ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ആശ്വസിക്കാനുള്ള വകയുണ്ട്, ശിക്ഷാവിധി 3 വർഷമായി കുറയുന്നു എന്നത്. അതേസമയം തന്നെ നിയമസഭാംഗത്വം റദ്ദായി എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഈ കോടതിക്ക് ഇതിൽ വിധി പറയാൻ പറ്റുമോ എന്നതുൾപ്പെടെയുള്ള വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്? 10 വർഷത്തിന് മുകളിൽ ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ആന്റണി രാജുവിനെതിരെ തെളിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതിക്ക് വിധി പറയാൻ കഴിയില്ല. ഉയർന്ന കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ വാദിച്ചത്. എന്നാൽ അങ്ങനെ വാദം വച്ചുവെങ്കിലും അതിന് മതിയായ കാരണങ്ങൾ നിർത്താൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായം വായിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചത്. ഈ കോടതി തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമായിക്കൊണ്ടാണ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. അതിലാണ് ആന്റണി രാജുവിന് ഈ വിവിധ വകുപ്പുകളിലായി ഈ 3 വകുപ്പുകളിലായി 3 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയും ആ ശിക്ഷ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ ഒരു ഫലമെന്ന് പറയുന്നത് ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദായി. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ, ഒരു നിയമസഭാ സാമാജികന് 2 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ ലഭിച്ചാൽ അപ്പോൾ തന്നെ സ്വാഭാവികമായി നിയമസഭാ അംഗത്വം റദ്ദാവും. രാജിവെക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആന്റണി രാജുവിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ആന്റണി രാജു അല്പസമയത്തിനകം പുറത്തേക്ക് വരും. 3 വകുപ്പുകളിലായി 120B അനുസരിച്ച് 6 മാസം, 201 വകുപ്പ് അനുസരിച്ച് 3 വർഷവും 10,000 രൂപ പിഴയും, 193 പ്രകാരം 3 വർഷം, 460 പ്രകാരം 2 വർഷം എന്നിവയാണ് ആന്റണി രാജു ലഭിച്ച ശിക്ഷ. ഒന്നാം പ്രതിക്ക് 409 പ്രകാരം 1 വർഷവും 5,000 രൂപ അധിക പിഴയും കൂടിയുണ്ട്. ഏതായാലും 2 പ്രതികൾക്കും ഈ കോടതി തന്നെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 പ്രതികൾ ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരില്ല. അവർക്ക് മേൽക്കോടതികൾ അപ്പീൽ പോകാം. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ, നിയമസഭാ സാമാജിക നിലയിൽ ആന്റണി രാജുവിന് തന്റെ അംഗത്വം നഷ്ടമായിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ MLA ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേസ് ഉണ്ടാക്കുന്നു. 2ാം തവണയാണ് ഇതേ കേസിന്റെ പേരിൽ ആന്റണി രാജുവിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയാതെ പോകുന്നത്. അതാദ്യം 2006-ലായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. VS അച്യുതാനന്ദനാണെന്ന് ഇടതുമുന്നണി നയിക്കാൻ നിയോഗിക്കപ്പെട്ടത്. VS ഒരു കാരണവശാലും ഇത്തരമൊരു കേസിലെ പ്രതിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുക്കുകയും സീറ്റ് കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആന്റണി രാജു അന്ന് മത്സരിക്കാൻ കഴിയാതെ പോയി. പിന്നീട് അദ്ദേഹം 2014-ലും 2021-ലും മത്സരിച്ചു. 2014-ൽ പരാജയപ്പെട്ടു. 2021-ൽ മത്സരിച്ച് വിജയിച്ചു. രണ്ടാം പിണറായി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി 2.5 വർഷം അദ്ദേഹത്തിന്റെ ടേം അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ആന്റണി രാജുവിന് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഉണ്ടാകുന്നത്. ഇത്തവണ അദ്ദേഹം കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു.